ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്നൊരു സിമ്പിളായിട്ടൊരു ചോക്ലേറ്റ് ഡെസേർട്ട് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ 6 പീസ് ബ്രെഡ് അത് ചുമ്മാ ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓണാക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാവുക. അപ്പോൾ അതിലേക്ക് നമ്മുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ എന്തായാലും 1 ടേബിൾ സ്പൂണ്. അതേ അളവിൽ തന്നെ നമ്മൾ കൊക്കോ പൗഡറും ചേർക്കണം. ഇതൊക്കെ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരോ ഇനിയിപ്പോൾ അത് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് പാൽ ഒറ്റയടിക്ക് ഒന്നാകെ ഒഴിച്ച് കൊടുക്കരുത്. കുറച്ചിട്ട് നമ്മൾ മിക്സ് ആക്കുന്നതനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് പിന്നെ നമ്മൾ പാനിൽ നിന്നൊരു വിട്ട് വരുന്ന രൂപം എത്തുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്ലെയിം ഒരിക്കലും ഹൈ ആക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വേണം. അപ്പോൾ അതാ കുറച്ച് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്തത്, ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടായിരുന്നേ. സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ചോക്ലേറ്റിൻ്റെ പീസ് ഇടണം. പക്ഷേ ഞാൻ ചോക്ലേറ്റിൻ്റെ പീസ് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഞാനിത് എന്തായാലും മിക്സിയിൽ ബ്ലെൻഡ് ആക്കുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിൽ നിന്ന് ഒരു 6 പീസ് ബിസ്ക്കറ്റ് അതിലേക്ക് ഇട്ടിരുന്നു. ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ഭയങ്കര ടേസ്റ്റാട്ടോ. ഒന്നെങ്കിൽ ചോക്ലേറ്റ് ഇടാം, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് ഇടാം. എന്നിട്ട് മിക്സിയിൽ നന്നായി ബ്ലെൻഡാക്കി എടുക്കുക. അത് ഓവർ ടൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് സെറ്റാക്കാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ അതാക്കുന്നത് അതിലേക്ക് അതങ്ങ് ഒഴിച്ച് കൊടുക്കുക. ഞാനും ഡ്രീം കേക്കിൻ്റെ പാത്രത്തിലാണ് ആക്കുന്നത്. അപ്പം ഇതുപോലെ ആക്കിയതിന് ശേഷം ബൂസ്റ്റിൻ്റെ പൊടിയോ കൊക്കോ പൗഡറോ മുകളിലോ ആഡ് ചെയ്യുക. അതിന് ശേഷം ഒരു കണ്ടൻസ്ഡ് മിൽക്ക് വെറുതെ ചുമ്മാ ഗാർണിഷ് ചെയ്യുക. ഒരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ടേസ്റ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.